ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലെ ശത്രു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ആരാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ശത്രു ആരാണ്, അവരുടെ പരിപാടികൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങളുടെ ലൈഫിലെ ശത്രു ഓക്കെ. അതായത് ഇതിപ്പോ ടോട്ടലായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, രക്ഷിക്കാൻ ആണ് വന്നതെന്ന് തോന്നിപ്പിച്ച് ശത്രുവായിട്ട് പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ രക്ഷിക്കാൻ വന്ന ആള് ശത്രുവായിട്ട് നിൽക്കുന്നു. ഏറ്റവും എല്ലാത്തിൽ നിന്നും രക്ഷിക്കും, എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് നിന്ന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളായിട്ട് റിലേറ്റ് ആയിട്ടുള്ള വ്യക്തി ഇപ്പൊ എല്ലാരേക്കാളും കൂടുതൽ ഒന്നല്ലെങ്കിൽ ഒരു ശത്രു സ്ഥാനത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ശത്രുവിന്റെ കൂടെ നിൽക്കുന്നു. മനസ്സിലായോ? അങ്ങനത്തെ ഒരു കാര്യം. അതാണ് ഇതിൻ്റെ ഉള്ള ഒരു കാര്യം. കാരണം ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ, അതും അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനായിട്ട് ബന്ധപ്പെട്ട ആളുകളോ വൈഫിനായിട്ട് ബന്ധപ്പെട്ട ആളുകളോ, അതും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ അല്ലാന്നുണ്ടെങ്കിൽ ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾ, അതായത് നിങ്ങളുടെ ഈ വ്യക്തിനായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. കാരണം അതാണ് ഇപ്പോൾ ശത്രു സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശത്രു പുറത്താണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ ഈ ആർക്കാണോ നിങ്ങളെ കൂടുതൽ വെറുപ്പായിട്ടിരിക്കുന്നത് അവരുടെ ചെവിയിൽ എത്തിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്താണ്, നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ലൈഫ് എന്താണ്, നിങ്ങൾക്കൊരു കാര്യം വന്നാൽ നിങ്ങൾ ആരെയൊക്കെ സമീപിക്കാൻ പോവും, നിങ്ങളുടെ കൂടെ ആരൊക്കെ നിൽക്കും, അതിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും പുറത്തുനിന്നുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ ഏതൊക്കെ വ്യക്തികൾ നിൽക്കുമെന്ന് ഇപ്പോൾ ഈ മിഡിലായിട്ട് നിൽക്കുന്ന വ്യക്തിക്കറിയാം. അപ്പൊ അത് പുറമേ ഉള്ള ആ ശത്രുവിന്റെ ഉദ്ദേശം എന്താന്ന് പറയുമ്പോൾ, സോപ്പിട്ട് ഓരോ വ്യക്തി വിവരങ്ങൾ ചോർത്തിയെടുക്കുക. വ്യക്തി വിവരങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക, അതിനെതിരെ പല കാര്യങ്ങളും പ്രയോഗിക്കുക. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അതായത് ഇപ്പൊ എന്താ പറയാ, സ്നേഹം കൊടുത്ത് വാങ്ങിച്ച ഒരു പരിപാടി അല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ വിശ്വസിച്ചു, ആ വിശ്വാസം അത് ഇടക്ക് വെച്ചൊരു തെറ്റലോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങളുടെ മനസ്സിനൊരു ഷോക്ക് തരുന്ന കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പരിപാടികൾ അങ്ങനെയൊക്കെയാണ്. കാരണം പെട്ടെന്ന് നിങ്ങൾക്കൊരു ബോധം വരാൻ തുടങ്ങി. അതായത് എന്താ പറയാ, നിങ്ങളോട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെ നിങ്ങളെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആള് മുഖേന നിങ്ങൾക്ക് വിഷമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയോ, ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകളോ മാനസിക ബുദ്ധിമുട്ടുകളോ, അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ,
ടോട്ടലി നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയോ, ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി കൂടുതൽ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊരൊത്തും പിടുത്തവും കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു കാര്യത്തിലോട്ടൊക്കെ വരുന്ന ഒരവസ്ഥ. കാരണം ഇത് കൂടുതലും കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുടുംബപരമായിട്ടുള്ള കാര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആളുകളുടെ അടുത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഒരു ശത്രു സ്ഥാനം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അവരുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എവിടെയെങ്കിലും സ്റ്റക്കാക്കി നിർത്തുക, നിങ്ങളെവിടെയെങ്കിലും ഒരു സ്റ്റക്നെസ് ആക്കി നിർത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതിപ്പോ എന്താ പറയാ, നമുക്കിപ്പോ ഒരാള് നല്ല രീതിയിൽ രക്ഷപ്പെടുക, അതിപ്പോ ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഒരാൾ നല്ല രീതിയിൽ കരിയർ സംബന്ധമായിട്ടോ അതുമല്ല കുടുംബപരമായിട്ടോ എന്താ മനസമാധാനപരമായിട്ടോ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ന് പറയുമ്പോൾ അത് സന്തോഷമല്ല, ഒരു ടെൻഷൻ. അയ്യോ എൻ്റെ ദൈവമേ അവർ രക്ഷപ്പെടുവോ എന്നൊക്കെയുള്ള ഒരു ഇത്. എന്ത് പറയാൻ, ഇങ്ങനത്തെ ഈ നൂറ്റാണ്ടിലും ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ഒരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോഴാണോ നമ്മളുടെ മനസ്സിന് സന്തോഷം വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കരയുന്നത് കാണുമ്പോഴാണ്. അപ്പോ ഇത് ഇപ്പൊ നിങ്ങളുടെ ശത്രുസ്ഥാനത്തുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് ന്യായം, അതായത് നിങ്ങൾക്കൊരു അനുകൂലമായിട്ടുള്ള ഒരു വിധി, അതിപ്പോ തൊഴിലിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സമാധാനപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമോ എന്നുള്ളൊരു ടെൻഷൻ. ചെറിയ ചില്ലറ കുശുമ്പൊന്നുമില്ല കേട്ടോ, ഇത്തിരി കൂടിയ നോണിത്. ചില്ലറ കാര്യങ്ങളൊന്നുമല്ല, ഇത്തിരി കൂടിയ എന്തോ വലിയ സൈസ് സാധനമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ. പിന്നെ ഈ പറയുന്ന പോലെ അപ്പൊ അതായത് ചില ആളുകൾ ഉണ്ടാവുമല്ലോ, നമ്മളെക്കാളും അവര് രക്ഷപ്പെടുവോ എന്നൊക്കെയുള്ള ഇത് ഒരു അസൂയയുടെ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ ഒരു ജലസി, കുശുമ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിട്ട് നിങ്ങൾ വീണ്ടും ഒരു റീകണക്റ്റ് ആകുമോ, അങ്ങനെയൊക്കെയുള്ള, അതായത് രണ്ട് നല്ല കാര്യങ്ങൾ ഒത്തുചേർന്നാൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ഇരുട്ട് കയറി വന്നു കഴിഞ്ഞാൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ഇരുട്ടാണ് ഈ ശത്രു. കാരണം ഇപ്പൊ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും നല്ല രീതിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാം, പല രീതിയിലും പല വിധത്തിലും നിങ്ങൾക്ക് പല കാര്യങ്ങളും, ഇപ്പൊ തൊഴിലിനെ ആണെന്നുണ്ടെങ്കിലും അതല്ല കുടുംബപരമായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം. ഇപ്പൊ ഈ മരുഭൂമിയിലൊക്കെ ഒരു തണുത്ത കാറ്റ് വീശൂലേ, അതുപോലെ മാനസികപരമായിട്ട് നിങ്ങൾക്കൊരു ഉണർവോ സന്തോഷവും ഒക്കെ കിട്ടും. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പുറമേ നിങ്ങൾ രണ്ടുപേരും കൂടി കൂടിക്കഴിഞ്ഞാൽ പുറമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കാൻ പറ്റും ലോകത്തിന്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഉയർച്ചയാണ്. അപ്പൊ അതിനുള്ളൊരു തടസ്സം, അതിനുള്ളൊരു ബന്ധനം, അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഈ ശത്രുവിന്റെ ഒരു പരിപാടി. അത് ഈ പറയുന്ന പോലെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെ ഈ എന്താ പറയാ, നമ്മളൊക്കെ പോയി ഇപ്പൊ ബഹിരാകാശത്ത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പോയി പണിതാലും എന്താ പറയാ, ഇപ്പൊ ഹോട്ടലുകൾ വെച്ച് കഴിഞ്ഞാലും റെസ്റ്റോറന്റ് സ്ഥാപിച്ചാലും ഇങ്ങനെയുള്ള പരിപാടികൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെയുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ആളുകളാണ് ഈ നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത്. മനസ്സിലായോ? നമ്മൾക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ പുറമേയുള്ള ശത്രുക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെ കുറിച്ച് അറിയാൻ പാടില്ല, അതായത് നമ്മളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങള് ചോർത്തി കൊടുക്കാൻ ആളുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ അടുത്തുനിന്ന് ചോർത്തി വാങ്ങിക്കുക, സോപ്പിട്ട് പതപ്പിച്ച് പല കാര്യങ്ങളും ഇതാക്കി അവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളുടേതായിട്ടുള്ള ഡീറ്റെയിൽസ് അങ്ങനെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്കും കിട്ടുന്നത്. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റി ഒന്നും അറിയില്ലാത്ത വ്യക്തികളാണെങ്കിൽ അത്രയും ഒരു ആഴം കൂടത്തില്ല. ഇത് ആഴം ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊരു കുടുംബപരമായിട്ടുള്ള
ഒരു മനസമാധാനത്തിന് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലിനൊരു ബുദ്ധിമുട്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഉടങ്കോലെന്ന് വേണമെങ്കിൽ പറയാം. ആ സാധനമാണ് ഈ ശത്രു. ഇതൊക്കെ എത്ര നാൾ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ട് പോകും? ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അതിലൊന്നും വലിയ ഇതില്ല, മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതൊക്കെ എന്താന്ന് വെച്ചാൽ അതൊക്കെ തിരിച്ച് അടിക്കുന്ന പരിപാടികളാണ്. അതൊന്നും ഓർത്ത് ആരും വിഷമിക്കണ്ട. പക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ എവിടെയാണോ അതായത് ഒരു ബുദ്ധിമുട്ടിലായിരിക്കേണ്ടത് അവിടെ തന്നെ നിങ്ങൾ അകപ്പെടണം എന്നുള്ള രീതിയിലുള്ള കുറച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓ എന്റെ പൊന്നെ, ഓക്കെ, എനിക്ക് വയ്യ. ഓരോരോ പരിപാടികൾ, അതായത് ഓക്കെ, ചില റീഡിങ്സ് എടുക്കുമ്പോഴേ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ട് തോന്നും. അങ്ങനത്തെ ഒരു മാനസിക ബുദ്ധിമുട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. അതാണ് ഇത്തിരി സൈലന്റ് ആയത്. ഓക്കെ, അതായത് ഈ ആള് മുഖേന ഒരു വാക്ക് തർക്കങ്ങളൊക്കെ കുറെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങൾ ഇപ്പൊ സ്റ്റിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ അത് നിങ്ങൾക്ക് ഉറക്കം കെടുത്തുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ ആത്മഹത്യാ പ്രവണതയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്, ഒരു കാരണവശാലും അത് ചെയ്യരുത്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഉള്ളില് നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഇപ്പൊ റൂം അടച്ചിട്ട് കരയുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ആരും കാണാതെ കരയുന്നതോ അതൊക്കെ ഓക്കെ. അല്ലാതെ നമ്മൾ ഈ എന്താണ് വല്ല സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ജീവിതം കൊണ്ട് തുലക്കാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിനാണ് നമ്മൾ ഈ വല്ല ആളുകൾക്കും വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് കൊണ്ട് കുളം കലക്കുന്നത്? നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ആത്മഹത്യാ പ്രവണതയെ പറ്റി ചിന്തിക്കരുത്, മനസ്സിലായോ? അങ്ങനത്തെ ഒരു കാര്യത്തിലേ പോകരുത്. അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊന്നും പോവാതിരിക്കുക. ഈ സമയവും കടന്നു പോകും, മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ എല്ലാ ആളുകൾക്കും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നേരിടേണ്ട ചില ആളുകൾക്ക് ഇത്തിരി മനക്കട്ടി കുറവായിരിക്കും, ചില ആളുകൾക്ക് ഇത്തിരി ഒരു മനസ്സിന് ഇത്തിരി കട്ടിയൊക്കെ ഉണ്ടാവും. പിന്നെ ചില ആളുകൾ തിരിച്ച് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഒപ്പിക്കും. ചില ആളുകൾ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം അതിനുള്ള ഉത്തരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ആവശ്യമില്ലാത്ത നമ്മളുടെ ജീവിതം കൊണ്ട് തുലക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി ചെയ്യാതിരിക്കുക. പോയി പണി നോക്കാൻ പറയണം മിസ്റ്റർ, പോയി പണി നോക്കാൻ പറയണം. അവര് വരികയാണെന്നുണ്ടെങ്കിൽ 3-4 കൊഞ്ഞനം കാണിച്ച് അങ്ങോട്ട് വിട്ടേക്കുക. ഇങ്ങനെയുള്ളതിനൊക്കെ അങ്ങനെ വിറ്റ് ചെയ്യുക. എന്തെങ്കിലും പറഞ്ഞു വരികയാണെങ്കിൽ അങ്ങോട്ട് കൊഞ്ഞനം കാണിച്ച് വിട്ടേക്കുക. അപ്പൊ അവര് വിചാരിച്ചോളൂ, ഇപ്പൊ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി 2 കൊഞ്ഞനെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അല്ലാതെ വെറുതെ അവര് പറയുന്നതും കേട്ട് നമ്മളുടെ ഉള്ളില് വിഷമങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടികളിലോട്ടൊക്കെ പോയാൽ ഒരു നിമിഷത്തെ ദേഷ്യത്തിന് പിന്നെ നമ്മൾ ആ ദേഷ്യം കെട്ടടങ്ങി കഴിയുമ്പോൾ എത്ര ദേഷ്യം ഒരു കുറ്റബോധം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് റിക്കവേർഡ് ആകാനായിട്ട് കുറെ കാലം പിടിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആവശ്യമില്ലാത്ത പ്രവൃത്തി, ഇപ്പൊ എന്ത് കാര്യത്തിനാണെങ്കിലും മദ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലോട്ടോ അങ്ങനെ എടുത്ത് ചാടാതിരിക്കുക, മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യങ്ങൾ വിട്ടേക്കുക. നമ്മൾ എന്തായാലും നടക്കാനുള്ളതെല്ലാം നടന്നു. പാസ്റ്റ് ഈസ് എ വേസ്റ്റ് പേപ്പർ.
അതിൻ്റെ അകത്ത് നല്ല മെമ്മറീസ് നമ്മൾ സൂക്ഷിക്കുക. ചീത്ത കാര്യങ്ങൾ അതൊരു വേസ്റ്റ് പേപ്പർ ആക്കി അങ്ങോട്ട് ഇട്ടേക്കുക. അല്ലാതെ നമ്മൾ പോയി അത് ചെയ്ത് ഇത് ചെയ്ത് മറ്റുള്ളവർക്ക് ചിരിക്കാൻ ഒരു അവസരം കൊടുക്കാതിരിക്കുക. ആരും അത്ര എല്ലാവരും അങ്ങനെ നല്ല ആളുകളൊന്നുമല്ല. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള കുറച്ച് എന്താ പറയാ സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമ്മളുടെ ഒരു ലൈഫ് അങ്ങോട്ട് ബുദ്ധിമുട്ടിൽ സ്വന്തമായിട്ടാകാതിരിക്കുക. കാരണം നല്ല രീതിക്കുള്ള ഒരു ഭയം അല്ലെങ്കിൽ നല്ല രീതിക്ക് ഒരു ആങ്സൈറ്റി ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ അത് അവരെന്താന്ന് വെച്ചാൽ അവര് ചെയ്യട്ടെ, അത് അവരുടെ കാര്യങ്ങൾ. നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഇരിക്കുക. അല്ലാതെ അവരെന്തെങ്കിലും കാണിക്കുന്നതിന് നമ്മൾ അതിൽ തോറ്റു കൊടുക്കുമ്പോഴാണ് അവരുടെ വിജയത്തിന് നമ്മളുടേതായിട്ടുള്ള ഒരു വളം അങ്ങോട്ട് ഇട്ടു കൊടുക്കുന്നത്. എന്താ ആവശ്യമിരിക്കുന്നത്? പോയി പണി നോക്കാൻ പറയണം. എന്തായാലും ലോകമൊന്നും ഈ പറയുന്ന ആളുകൾക്ക് ഇടിച്ചു വീഴ്ത്താനൊന്നും പറ്റിയൊന്നുമില്ലല്ലോ. പറ്റുമോ? ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഈ കുറച്ച് ഇങ്ങനെ മുഖം മൂടി ധരിച്ച കോക്കോയായിട്ടൊക്കെ വരാൻ ഒരു ചാൻസ് നിങ്ങളുടെ ശത്രുവിന്റെ അടുത്തുനിന്ന് കാണിക്കുന്നുണ്ട്. അതായത് കോക്കോയ എന്ന് പറയുമ്പോൾ അതായത് ഈ മുഖം മൂടി ധരിച്ചൊക്കെ ഇങ്ങനെ വരില്ല, ഉള്ളിൽ കോക്കോയായിരിക്കും. കോക്കോ മീൻസ് ഭൂതം. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ നിങ്ങളോട് പ്രശ്നത്തിനൊന്നുമില്ല, ഞാൻ നൈസായിട്ട് നിങ്ങളായിട്ട് ഇണങ്ങി, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാണിക്കാനോ നിങ്ങളോട് എന്തെങ്കിലും സംസാരത്തിനൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്നും ശ്രദ്ധിക്കുക. കോക്കോയ എന്നും കോക്കോയാണ്. നമ്മളെ പിള്ളേരെ പിടിപ്പിക്കൂലേ, അതേ കോക്കോ തന്നെ ഉണ്ടോ, അതേ കോക്കാച്ചി തന്നെ ഉണ്ടെന്നോ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള. ഇത് ഇത്തിരി കൂടിയ കോക്കോയാണ്. ഇത് ചെറിയ കോക്കോയൊന്നുമല്ല. ഇത് ഇത്തിരി വലിയ വലിയ രീതിയിലുള്ള പരിപാടികളൊക്കെ ഒപ്പിക്കുന്ന ഇത്തിരി കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ഉള്ള കോക്കോയാണ്. ആ പിള്ളേരെ പേടിപ്പിക്കാം. 5 കണ്ണൻ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാം. ഇത് 5 കണ്ണനും കോക്കോയൊക്കെ കൂടി ചേർന്നുള്ള ഒരു മിശ്രിതമാണ്. അപ്പൊ അത് നിങ്ങൾ ആ ഒരു നിങ്ങൾ ആ ഒരു പുള്ളീനെ ഒന്ന് കരുതിയിരിക്കുക. കാരണം എന്തെങ്കിലും കാര്യത്തിന് വരാണ്ടിരിക്കില്ല. എന്തെങ്കിലും കുണുകുണുവൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പരിപാടിക്കൊക്കെ എന്തെങ്കിലും ഒരു ഫോൺ സംഭാഷണത്തിനോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ കാര്യങ്ങൾക്കോ, അതോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി മുഖേനയോ എന്തെങ്കിലും ഈ ആളെ പറ്റി പറഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡയറക്റ്റ് ആയിട്ട് അവരോട് നിന്ന് അവര് സ്നേഹമാണ് കാണിക്കുന്നത്, അപ്പൊ അവരുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കോക്കാച്ചിയുടെ അടുത്ത് പോയി വെറുതെ പണി മേടിക്കാതിരിക്കുക. കോക്കാച്ചി എന്നും കോക്കാച്ചിയാണ്. മനസ്സിലായ? കോക്കാച്ചി ഇപ്പൊ എന്താ പറയാ എങ്ങനത്തെ രീതിയിലുള്ള ഇത് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാലും കോക്കാച്ചിയുടെ ഉള്ളിലുള്ള സ്വഭാവം മാറൂല. അപ്പൊ നിങ്ങളുടെ ശത്രു എന്ന് പറയുന്ന ആ കോക്കാച്ചിനെ നിങ്ങളൊന്ന് ഇതാക്കിയിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അയ്യോ കുഴപ്പമില്ല, എൻ്റെ ഇത്രയും നാൾ ഉള്ളിലുണ്ടായിരുന്നെല്ലാം മഞ്ഞുരുകിപ്പോയി, ഐസ് ഉരുകിപ്പോയി, അവരിപ്പോൾ എന്നോട് നല്ല രീതിയിലാണൊക്കെ സംസാരിക്കുന്നത്, അപ്പം ഞാൻ നല്ല രീതിയിലൊക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഇണങ്ങാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് വീണ്ടും എന്തെങ്കിലും ഈ ശത്രു സ്ഥാനത്തോട്ട് പോയി പിന്നെ കോക്കാച്ചി മുക്കിയെടുക്കുന്നതേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അവരായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ വരും വരായികളെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം പ്രവർത്തിക്കുക. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് വീണ് അവിടെ പെട്ടുപോയി. ഇനി വീണ്ടും വീണ്ടും ഈ ശത്രുസ്ഥാനത്തുള്ള ആളുകളുടെ അടുത്ത്, അതായത് നമ്മളോട് ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കൊണ്ടേ നമ്മളെ സ്വന്തമായിട്ട് കൊല്ലിക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ ജീവിച്ചു കാണിച്ചു കൊടുക്കുക, പോയി പണി നോക്കാനായിട്ട് പറയുക, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവരും റെഡി ആയില്ലേ? അപ്പൊ റെഡി സ്റ്റഡി ഗോ, അത്ര തന്നെ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും എന്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൽ കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.